യേശുവിൽ പ്രിയരെ, വിശുദ്ധരെ നാം എപ്പോഴും കാണുകയും വണങ്ങുകയും ചെയ്യുന്നത് വിശ്വാസ വീഥിയിൽ വഴിവിളക്കായി പ്രഭ ചൊരിയുന്നവരായിട്ടാണ്. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിലൂടെ ഓരോ വിശുദ്ധരെയും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാനും ക്രിസ്തുവിനോട് ചേരുവാനും അവരെടുത്ത നിലപാടുകളെയും സ്വഭാവങ്ങളെയും അവളെടുത്ത ത്യാഗങ്ങളെയെല്ലാം കൂടുതൽ പരിചയപ്പെടുകയാണ് ഈ ശുശ്രൂഷയിലൂടെ. ഇന്ന് വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 13 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടൊപ്പം ആഗതനാകുമ്പോൾ വിശ്വാസത്തിൽ ദൈവത്തിന് നമ്മുടെ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നവരായി നിങ്ങൾ ഉണ്ടാകണമെന്ന് പൗലോസ് ശ്ലീഹ ഒരു ആഹ്വാനമായിട്ടാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു മിശിഹ വിശുദ്ധരോടൊപ്പം വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ കൊളാറ്റിൻ സഭയുടെ സ്ഥാപകയും ബെനഡിക്റ്റൈൻ ഒബ്ലേറ്റിൻ്റെ രക്ഷാധികാരിയും വിധവകളുടെ പ്രത്യേക മധ്യസ്ഥയുമായി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ജീവനക്കാരുടെ പ്രത്യേക മധ്യസ്ഥയും എല്ലാ ഡ്രൈവർമാരുടെ മധ്യസ്ഥയുമായി വണങ്ങുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് റോം. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1384 സമ്പന്നമായ കുലീനരായ മാതാപിതാക്കളിൽ നിന്ന് ഫ്രാൻസിസ് ജനിച്ചു. തൻ്റെ അമ്മയുടെ ശാന്ത സ്വഭാവവും ഭക്തിനിർഭരമായിട്ടുള്ള കുടുംബജീവിതവും ഏറെ ഫ്രാൻസിസിന് പ്രചോദനം നൽകിയിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഇച്ഛാശക്തി ആ കുഞ്ഞു ജീവിതത്തിൽ പ്രകടമായിരുന്നു. അതിനാൽ തന്നെ കുഞ്ഞുകാലങ്ങളിൽ വളരെ ലാളിത്യത്തോടെ ജീവിക്കാൻ, ഭക്തിയിൽ വളരാൻ ഫ്രാൻസിസിന് കഴിഞ്ഞിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും ഫ്രാൻസിസ് ആ കുഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ അവൾ തൻ്റെ ജീവിതം ഒരു സന്യാസ ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നതെന്നുള്ള ഉൾവിളി മനസ്സിലാക്കി അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഫ്രാൻസിസിൻ്റെ മാതാപിതാക്കൾ മറ്റൊരു പ്രഭു കുടുംബത്തിൽ നിന്ന് ഫ്രാൻസിസിന് ഒരു വിവാഹ നിശ്ചയം നടത്തി. 11 വയസ്സായിരിക്കുമ്പോൾ തന്നെ അവൾ തീരുമാനിച്ചുറച്ചിരുന്നു, എൻ്റെ ജീവിതം ഒരു സന്യാസ ജീവിതമായിരിക്കണമെന്ന്. അതിനാൽ തന്നെ മാതാപിതാക്കളെടുത്ത ഈ തീരുമാനം വല്ലാതെ ഫ്രാൻസിസിനെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഈ വിവാഹബന്ധം ഒഴിഞ്ഞു പോകുവാനായിട്ട് അവൾ കണ്ണീരോടെയും വേദനയോടെയും ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അവളുടെ കുമ്പസാരകനായ ഒരു വൈദികനോട് ഫ്രാൻസിസ് തൻ്റെ ഈ വേദന പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അവസരത്തിൽ ആ വൈദികൻ ഫ്രാൻസിസിനോട് ഇങ്ങനെ പറഞ്ഞു: ഫ്രാൻസിസ്, നീ ദൈവഹിതം നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നോ അതോ നിൻ്റെ ഇഷ്ടം നടക്കാൻ ആഗ്രഹിക്കുന്നോ എന്ന്. ഈ ഒരു ചോദ്യം അവളെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിനാൽ തന്നെ പിന്നീട് അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. 1396 ലോറൻസ പോൻസിയാനിയെ വിവാഹം ചെയ്ത് 13-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് കുടുംബിനിയായി. തൻ്റെ ജീവിതം ദൈവഹിതത്തിന് അവൾ സമർപ്പിച്ചു. ദൈവം തന്നിലൂടെ എങ്ങനെയാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നതെന്ന് അവൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അങ്ങനെ വലിയൊരു സമ്പന്ന കുടുംബത്തിലേക്ക്, വലിയൊരു പ്രഭു കുടുംബത്തിലേക്ക് കടന്നു ചെന്ന ഫ്രാൻസിസിന് അവിടെ ഉണ്ടായിരുന്ന കൂടെയുള്ള വിരുന്ന് സൽക്കാരങ്ങളും ആഡംബര ജീവിതവും വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. പലപ്പോഴും അവൾ ഈ വലിയ കുടുംബത്തിൽ ഏകാഗിയായി കഴിഞ്ഞുകൂടി. ആഡംബര ജീവിതങ്ങളെല്ലാം മാറ്റിവെച്ച്
അവൾ ലാളിത്യത്തിലും പ്രാർത്ഥനയിലും ഭക്തിയിലും വിശുദ്ധ കുർബാനയിലുള്ള ആനന്ദത്തിലും ജീവിതത്തെ മാറ്റിവെച്ചു. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഈ ആഡംബര ജീവിതത്തിന് ഇവളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മായിമ്മയുടെ കൂടെയുള്ള നിർബന്ധം ഫ്രാൻസിസിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെ പൂന്തോട്ടത്തിൽ വന്നിരുന്ന് അവൾ ദുഃഖത്തോടെ ജീവിതത്തെക്കുറിച്ച് കാണുമ്പോൾ സഹോദര ഭർത്താവിൻ്റെ ഭാര്യ വിന്നസയെ പരിചയപ്പെടുന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഹൃദയം തുറന്ന് സംസാരിച്ചു, അവരുടെ ദുഃഖങ്ങൾ പങ്കുവെച്ചു. അതിനുശേഷം പിന്നീട് പലപ്പോഴും ഇവർ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്തഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ആതുര ശുശ്രൂഷകളിലേക്കും ജയിൽ സന്ദർശനത്തിനും ഒക്കെ കടന്നു പോവുക പതിവായിരുന്നു. അന്ന് അവർ ഒരു തീരുമാനമെടുത്തു. ഒരു കുടുംബിനി എന്ന നിലയ്ക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കാണ് നമ്മൾ ആദ്യം പ്രാധാന്യം നൽകേണ്ടതെന്ന്. അതിനാൽ തന്നെ അന്നു മുതൽ ഫ്രാൻസിസ് മാറ്റിവെച്ചിരുന്ന ആഡംബര ജീവിതത്തിലേക്ക് അല്പാൽപമായിട്ട് കടന്നു വന്നു. അവൾ അവരുടെ കുടുംബത്തിനും കുലീനതയ്ക്കും ചേർന്ന വസ്ത്രം ധരിച്ച് തൻ്റെ ഭവനത്തിൽ വരുന്ന അതിഥികളെ സൽക്കരിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ അമ്മായിമ്മയുടെ നിർബന്ധം പലപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഫ്രാൻസിസിന് ഇത് വല്ലാതെ വേദനിച്ചു. ഒരു ദിവസം അവൾ ബോധരഹിതയായി നിലത്ത് വീണു. തുടർന്ന് കുറച്ചു മാസങ്ങളോളം ഫ്രാൻസിസ് രോഗാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തനിക്ക് ആശ്വാസം തരേണ്ട ജീവിത പങ്കാളി അന്ന് ലോറൻസോ ചെയ്തത് ഒരു മാന്ത്രിക വിദ്യയിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഫ്രാൻസിസിനെ കൊണ്ട് കാണിക്കുകയായിരുന്നു. അവൾ രോഗിണിയായിട്ട് കിടക്കുന്ന മുറിയിലേക്ക് ഈ മാന്ത്രിക വിദ്യക്കാരനെ കൊണ്ടുവരുന്നത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ സാത്താൻ്റെ സന്താനമേ എന്ന് പറഞ്ഞ് ആ മാന്ത്രിക വിദ്യക്കാരനെ മന്ത്രവിദ്യക്കാരനെ ആട്ടിപ്പുറത്താക്കി. എന്നിട്ട് അവൾ പിന്നീട് ആ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ടത് വിന്നസയോട് സംസാരിച്ചു. വിശുദ്ധ അലക്സിസ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്നും ഫ്രാൻസിസിൻ്റെതായിട്ടുള്ള ജീവിതാനുഭവം അലക്സിസ് എന്ന പുണ്യവാളനുണ്ടായി അതിനെ തരണം ചെയ്ത വിശുദ്ധൻ്റെ സാന്നിധ്യം തനിക്കുണ്ടായെന്നും ആ വിശുദ്ധൻ വഴി തൻ്റെ രോഗം സുഖപ്പെട്ടുവെന്ന് വിന്നസയോട് ഫ്രാൻസിസ് പറയുകയുണ്ടായി. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്നത്, വിവാഹിതയായ സ്ത്രീ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കപ്പെട്ടാൽ, ഏതു ഭക്തകാര്യങ്ങളിലാണെങ്കിലും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വിളിക്കപ്പെട്ടാൽ അത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി അതിൽ ദൈവത്തെ കാണണമെന്ന് തീരുമാനിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസിൻ്റേത്. അതിനാൽ തന്നെ ഒരു ദിവസം സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഫ്രാൻസിസിനെ 3-4 പ്രാവശ്യം വിളിക്കുകയുണ്ടായി. ഓരോ ആവർത്തി ഫ്രാൻസിസ് പോകുമ്പോഴും അത് ക്ഷമയോടും അത് ദൈവത്തെ ആ പ്രവൃത്തിയിൽ കണ്ട് അവൾ തിരിച്ചു വന്ന് വീണ്ടും ആ സങ്കീർത്തന ഭാഗം വായിക്കാൻ തുടങ്ങി. അങ്ങനെ 5ാമത്തെ പ്രാവശ്യം വന്ന് വീണ്ടും സങ്കീർത്തന ഭാഗം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ സ്വർണ്ണ നിറത്തിൽ തെളിയപ്പെട്ടതായിട്ട് ഫ്രാൻസിസിന് അനുഭവപ്പെട്ടു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് എന്ന ഈ പുണ്യവതി നമുക്ക് എന്തുമാത്രം പ്രചോദനമാണ് തരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് വിളിച്ചാൽ നമുക്ക് എന്തുമാത്രം പ്രയാസമുള്ളത്. 1, 2, 3 പ്രാവശ്യം മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരാൾ വിളിക്കുമ്പോഴേക്കും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഇവിടെ പറയുന്നത്, ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥ എന്ന നിലയിൽ ഏത് ജീവിത കാര്യങ്ങൾക്ക് വിളിക്കപ്പെട്ടാലും അത് ദൈവത്തെ അതിൽ കാണണം, അത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലെ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. വിന്നസയോടൊപ്പം ചേർന്ന് ആതുര ശുശ്രൂഷകളിലും ജയിൽ മിനിസ്ട്രികളും അവർ ചെയ്തുകൊണ്ടിരുന്നു. വിധവകളെ കൂട്ടം കൂട്ടമായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഘടന അവർ രൂപീകരിച്ചു. അങ്ങനെ അവരുടെ ബംഗ്ലാവിൻ്റെ ആളൊഴിഞ്ഞൊരു ഭാഗം അവർ രഹസ്യ പ്രാർത്ഥന കേന്ദ്രമാക്കി മാറ്റി. പലപ്പോഴും ഇവരുടെ പ്രാർത്ഥനയും ശുശ്രൂഷകളും അത് അവരുടെ കുടുംബത്തിൽ നിന്ന് പല എതിർപ്പുകളും ഉളവായിരുന്നു. എന്നാലും അവർ രണ്ടുപേരും ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ ആനന്ദം കണ്ടെത്തുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിശുദ്ധയ്ക്ക് വിശുദ്ധ കുർബാനയിൽ ഏറെ ഒരു
ആനന്ദം പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഒരു സ്വർഗാനുഭൂതി ലഭിക്കുക പതിവായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ശുശ്രൂഷയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഫ്രാൻസിസിനും ലോറൻസായ്ക്കും ആദ്യ കുഞ്ഞ് ജോൺ ബാപ്റ്റിസ്റ്റ് ജനിച്ചു. പിന്നീട് 2 കുഞ്ഞുങ്ങൾ കൂടെ അവർക്ക് ലഭിച്ചു, ജോവാൻ ഇവാഞ്ചലിസ്റ്റ്, അതുപോലെ ആഗ്നസ് എന്ന കുഞ്ഞും. ഇതിനിടയിൽ അവരുടെ അമ്മായിമ്മ മരണപ്പെട്ടു. അതിനാൽ തന്നെ ഈ പ്രഭു കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഫ്രാൻസിസിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. 16-ാമത്തെ വയസ്സിൽ ഈ പ്രഭു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും ഫ്രാൻസിസ് ഏറ്റെടുത്ത് ഏറെ സന്തോഷത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു ജീവിച്ചു പോന്നു. ആ കാലത്ത് റോമായിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ ക്ഷാമവും പകർച്ചവ്യാധികളും പടർന്നു പിടിച്ച സമയത്ത് അനേകരെ സഹായിക്കാൻ വിന്നസയും ഫ്രാൻസിസും തയ്യാറായി. തൻ്റെ മുന്നിൽ സഹായം ചോദിച്ചു വരുന്ന ഒരാളെ പോലും മടക്കി വിടരുതെന്ന് ഫ്രാൻസിസിന് വലിയ നിർബന്ധമായിരുന്നു. അതിനാൽ തന്നെ വിന്നസയോട് ചേർന്ന് ഫ്രാൻസിസ് അവിടെയുള്ള പാവങ്ങളെ കൂടെ സഹായിച്ചു പോന്നിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും അവർ പങ്കുവച്ചിരുന്നു. തൻ്റെ പ്രഭു കുടുംബത്തിൻ്റെ കലവറയിൽ നിന്നും നിലവറയിൽ നിന്നും ധാന്യവും മറ്റും അവൾ കൊടുത്ത് സഹായിച്ചിരുന്നു. ഇത് കൂടെ സഹായിക്കുന്നത് കണ്ടിൽ കുപിതനായ തൻ്റെ അമ്മായപ്പൻ ഫ്രാൻസിസിൽ നിന്ന് നിലവറയുടെയും കലവറയുടെയൊക്കെ താക്കോലുകൾ തിരിച്ചു വാങ്ങി. ഇത് ഫ്രാൻസിസിനെ വല്ലാതെ വേദനിപ്പിച്ചു. തൻ്റെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്നവരെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫ്രാൻസിസ് വിളവെടുത്തു കഴിഞ്ഞ് ഒരു പാടശേഖരത്ത് പോയി നിന്ന് അവിടെ ബാക്കിയുണ്ടായിരുന്ന പതിരിൽ നിന്ന് പോലും ധാന്യം ശേഖരിച്ച് പാവങ്ങളെ സഹായിക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൾ കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ലോറൻസോ ഇങ്ങനെ കലവറ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ശൂന്യമായിരുന്ന കലവറ ധാന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി കണ്ട് ലോറൻസോ അത്ഭുതസ്തബ്ധനായി. ഈ വലിയ മഹാപ്രവൃത്തി ഫ്രാൻസിസിൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് സംഭവിച്ചതാണെന്ന് ലോറൻസോയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വീഞ്ഞു ബാരലുകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തൻ്റെ അമ്മായപ്പന് ബോധ്യപ്പെട്ടു. കാരണം വരുന്നവർക്ക് മുഴുവനും ശേഖരിച്ച് കൊടുക്കും തോറും വീഞ്ഞു ബാരൽ നിറഞ്ഞു തുളുമ്പുന്നത് തൻ്റെ അമ്മായപ്പൻ കണ്ടു. ഈ 2 പ്രവൃത്തികളും ലോറൻസായെയും തൻ്റെ അപ്പനെയും ഇത് വല്ലാതെ നവീകരിക്കാൻ ഇടയായി. പിന്നീട് ഫ്രാൻസിസിൻ്റെ ഓരോ പ്രവർത്തനവും അവരുടെ അനുവാദത്തോടെയായിരുന്നു. ആതുര ശുശ്രൂഷകളും പ്രാർത്ഥനാ ജീവിതവും. തുടർന്നുള്ള ഫ്രാൻസിസിൻ്റെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം വ്യാപിക്കാൻ തുടങ്ങി. വിധവകളായിട്ടുള്ള സ്ത്രീകളെ ചെന്ന് കണ്ട് അവർ ഇതുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി വിന്നസയോട് ചേർന്ന് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. തൻ്റെ ആഭരണങ്ങളെല്ലാം വിറ്റ് ആ രൂപ കൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ ഫ്രാൻസിസ് തീരുമാനിച്ചു. പിന്നീട് ഫ്രാൻസിസിൻ്റെ ജീവിതം കാണുന്നത് അവളുടെ ആതുര ശുശ്രൂഷ മുഴുവനും ഭർത്താവിൻ്റെയും അപ്പൻ്റെയൊക്കെ അനുവാദത്തോടു കൂടിയായിരുന്നു. അതിനാൽ തന്നെ അവൾ ഏറെ ആതുര ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചു. തനിക്കുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും വിറ്റ് അതിൽ നിന്ന് ലഭിച്ച രൂപ മുഴുവനും പാവങ്ങളെ ശുശ്രൂഷിക്കാനും അവരുടെ ക്ഷേമത്തിനുമായിട്ട് അവൾ ഉപയോഗിച്ചു. ഈ ആതുര ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുമ്പോഴും തൻ്റെ ശരീരത്തെ ആഡംബരങ്ങളിൽ നിന്ന് ലൗകികതയിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ മുള്ളരഞ്ഞാണം അണിഞ്ഞും തൻ്റെ ശരീരത്തിൽ ചാട്ട കൊണ്ടടിച്ചും ശരീരവാസനകളെ എല്ലാം നിയന്ത്രിക്കാൻ ഫ്രാൻസിസ് വല്ലാതെ ശ്രദ്ധ കാണിച്ചിരുന്നു. റോമിലെ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ലോറൻസായയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ലോറൻസായയുടെ സഹോദരനെ ബന്ദിയായി കൊണ്ടുപോവുകയും ചെയ്തു. പട്ടാളക്കാർ ഫ്രാൻസിസിനോട് പ്രഭു കുടുംബത്തിൻ്റെ അവകാശിയായ തൻ്റെ മകൻ ബാപ്റ്റിസിനെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ ലോറൻസായയുടെ സഹോദരനെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി പട്ടാളക്കാർ മുഴക്കി. ഫ്രാൻസിസ് വല്ലാതെ ദുഃഖിതയായി. അവൾ സങ്കടങ്ങൾ വരുമ്പോൾ അവളുടെ സങ്കടങ്ങൾ പങ്കുവച്ചിരുന്ന തൻ്റെ ആത്മീയ ഗുരുവിനോട് തൻ്റെ ഈ മാനസിക സംഘർഷം പങ്കുവച്ചു. കുമ്പസാരകൻ ഫ്രാൻസിസിനോട് പറഞ്ഞു, നീ അവർ പറയുന്നത് പോലെ ചെയ്യുക. നിന്റെ മകനെ പട്ടാളക്കാർ പറയുന്നത് പോലെ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഹിതത്തെ നീ
അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഏറെ ദുഃഖത്തോടെയാണെങ്കിലും ഫ്രാൻസിസ് പട്ടാളക്കാർക്ക് തൻ്റെ മകനെ കൈമാറാൻ തീരുമാനിച്ചു. പട്ടാളക്കാർ പറഞ്ഞതനുസരിച്ച് ക്യാപിറ്റൽ കുന്നിലേക്ക് തൻ്റെ ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന മകനെയും കൊണ്ട് ഫ്രാൻസിസ് ചെല്ലുകയാണ്. അവിടെ തൊട്ടടുത്തുള്ള മാതാവിൻ്റെ ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് തൻ്റെ മകൻ ബാപ്റ്റിസ്റ്റിനെ പട്ടാളക്കാരെ ഏൽപ്പിച്ച് അവരുടെ അടുത്ത് നിർത്തി. തിരിച്ചു വന്ന് അതേ ദേവാലയത്തിൽ തന്നെ കണ്ണീരോടെ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പട്ടാളക്കാർ വിജയാഘോഷത്തോടുകൂടി ബാപ്റ്റിസ്റ്റിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ബാപ്റ്റിസ്റ്റിനെ കുതിരപ്പുറത്ത് കയറ്റി കുതിരയെ തെളിച്ചു പോകാനായിട്ട് പട്ടാളക്കാർ തുനിഞ്ഞെങ്കിലും കുതിര ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല. ചാട്ടുകൊണ്ടേറെ അടിച്ചെങ്കിലും കുതിര ഒരല്പം പോലും അനങ്ങാൻ തയ്യാറായില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം വീണ്ടും അവർ ബാപ്റ്റിസ്റ്റിനെ അവിടെ നിർത്തിയിട്ട് പട്ടാളക്കാർ അവിടെ നിന്ന് പിന്മാറിപ്പോവുകയാണ് ഉണ്ടായത്. പട്ടാളക്കാർ തങ്ങളുടെ പരിശ്രമം അവസാനിച്ചു പോയെന്ന് ഫ്രാൻസിസും വീട്ടുകാരും കരുതി. എന്നാൽ പട്ടാളക്കാർ ലോറൻസ ഒളിവിലായിരിക്കുന്ന ഒരു സമയത്ത് ഈ പ്രഭു കുടുംബത്തെ ആക്രമിക്കുകയും അവരുടെ എല്ലാ തൊഴിലാളികളെയും കൊന്നൊടുക്കുകയും അവിടുത്തെ വസ്തുക്കൾ മുഴുവനും നശിപ്പിക്കുകയും ജോൺ ബാപ്റ്റിസ്റ്റിനെ അടിമയായിട്ട് നെപ്പിൾസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ അടിക്കടിയായിട്ടുള്ള ഒരുപാട് സഹനങ്ങൾ, തൻ്റെ ഭർത്താവ് ഒളിവിലായ അവസ്ഥ, ഭർത്താവിൻ്റെ സഹോദരൻ ബന്ദിയാക്കപ്പെട്ട അവസ്ഥ, ഇപ്പോൾ മകനും നഷ്ടപ്പെട്ട അവസ്ഥ, ജീവിതത്തിലെ തകർച്ചകളെല്ലാം ഒരു കണക്കിന് ഫ്രാൻസിസിന് അനുഗ്രഹമായി മാറി. കാരണം ആ സമയത്ത് അവരുടെ ദേശത്ത് ഒരു പകർച്ചവ്യാധി പിടിപെട്ടു, പ്ലേഗ് എന്ന രോഗം. തൻ്റെ ഇളയ മകൻ അതിൽ മരണപ്പെട്ടു, ജോൺ ഇവാഞ്ചലിസ്റ്റ്. ബാപ്റ്റിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ജോൺ ബാപ്റ്റിസ്റ്റിന് ആ രോഗം പിടിപ്പെടുമായിരുന്നു. അപ്പോൾ ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റുകയായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ കുരിശുകളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. എന്നാലും വിശ്വാസത്തിൽ നിന്ന് 1% പോലും പിന്നോട്ട് പോരാനായിട്ട് ഫ്രാൻസിസ് തുനിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ നിസാരതകൾ കുടുംബജീവിതത്തെ ബാധിക്കുമ്പോൾ, അത് ഭാര്യാഭർത്തൃബന്ധമായിക്കോട്ടെ, കുടുംബജീവിതത്തിലോ മക്കൾക്കായിക്കോട്ടെ, നിസാരതകൾ പോലും വരുമ്പോൾ നമ്മൾ എന്തുമാത്രമാണ് ദൈവത്തെ പഴിക്കുന്നത്. ഇവിടെ ഫ്രാൻസിസ് എത്രയോ വലിയ ഉദാഹരണമാണ്, എത്രയോ വലിയ മാതൃകയാണ്. ജീവിതത്തിലെ കുരിശുകൾ മാത്രം നേടിയിട്ടുള്ള ഒരു വനിത. ഈ സ്ത്രീ എന്നിട്ടും തൻ്റെ വിശ്വാസത്തിൽ നിന്നൊരു 1% പോലും പുറകോട്ട് പോയില്ല. പട്ടാളക്കാർ തകർത്ത തൻ്റെ പ്രഭു കൊട്ടാരം അവൾ അത് പുതുക്കിപ്പണിതു. അതിൻ്റെ ഒരു ഭാഗം ആതുര ശുശ്രൂഷയ്ക്കും ആശുപത്രിയുമായിട്ട് പാവങ്ങൾക്ക് വേണ്ടി അവൾ വിനിയോഗിച്ചു. ലോറൻസ തിരിച്ചു വരുന്നു, ലോറൻസായെ തിരിച്ചു കൊണ്ടുവരുന്നു. ലോറൻസായുടെ സഹോദരൻ അടിമയാക്കപ്പെട്ടു, അവന് മോചിക്കപ്പെടുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു. ലോറൻസായുടെ മാനസികമായിട്ടുള്ള അവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടായി. ലോറൻസായെ ശുശ്രൂഷിക്കുന്നതിൽ ഫ്രാൻസിസ് ഏറെ ശ്രദ്ധ ചെലുത്തി. അങ്ങനെ ലോറൻസായുടെ തീരുമാനത്തോടു കൂടി തന്നെ ഫ്രാൻസിസിന് തൻ്റെ ശുശ്രൂഷ ജീവിതം നിർവഹിക്കാനുള്ള അനുവാദം തൻ്റെ ഭർത്താവ് ലോറൻസ നൽകുകയാണ്. ഒരു ദിവസം ഫ്രാൻസിസ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ തൻ്റെ മരണപ്പെട്ട ജോവാൻ ഇവാഞ്ചലിസ്റ്റ് എന്ന മകൻ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയെ, സഹോദരി ആഗ്നസും മരിക്കും. ഒരുപാട് സഹനങ്ങൾ കടന്നു വരുന്ന ഒരു വനിതയായിരുന്നതിനാൽ തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായൊരു പ്രധാന ദൂതനെ ഫ്രാൻസിസിന് അനുവദിച്ചു. ആ ദൂതനോട് ഫ്രാൻസിസ് പലപ്പോഴും വർത്താനം പറയുകയും ആശയങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. സാധാരണ അവളുടെ ജീവിതത്തെ കുറേയും കൂടിയും കഠിനമായിട്ട് പീഡകളോടുകൂടി കൊണ്ടുപോയിരുന്ന ഫ്രാൻസിസിനോട് ആ ദൂതൻ പറഞ്ഞു, നിന്റെ പീഡകളെ അവസാനിപ്പിക്കുക. കാരണം ഫ്രാൻസിസ് മുള്ളരിഞ്ഞാണം ധരിച്ചും ശരീരത്തിൽ ചാട്ടുകൊണ്ടടിച്ചും പീഡകൾ ഏറ്റെടുത്ത് തൻ്റെ ജീവിതം, കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഈ പീഡകൾ അവസാനിപ്പിക്കുക. അങ്ങനെ പിന്നീട് തുടർന്ന് ഫ്രാൻസിസ് തൻ്റെ ശുശ്രൂഷയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു, ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി. കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ ഭർത്താവ് ലോറൻസയും മരണപ്പെട്ടു. അതിനുശേഷം മുഴുവൻ സമയവും ഫ്രാൻസിസ് താൻ തന്നെ സ്ഥാപിച്ച തൻ്റെ മഠത്തിനോട്, സന്യാസിമാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾ തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണെങ്കിലും
അവിടെ ഒരു മഠാധിപതിയായിട്ടല്ല ഫ്രാൻസിസ് ചെന്നത്, അവിടുത്തെ ഒരു അംഗമായിട്ടാണ്. എന്നാൽ അവരെല്ലാവരും പിന്നീട് ആ ആശ്രമത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഫ്രാൻസിസിനെ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ മഠത്തോട് ചേർന്ന് ഫ്രാൻസിസ് 4 വർഷം തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു. അതിനുശേഷം 1440 ഫ്രാൻസിസ് മരണപ്പെട്ടു. തൻ്റെ മരണസമയത്ത് ഫ്രാൻസിസ് പറഞ്ഞ വാക്ക് ഇതായിരുന്നു: എൻ്റെ ദൂതൻ എന്നോട് ആവശ്യപ്പെട്ടു എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, 11-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് കണ്ട സ്വപ്നം പൂർത്തീകരിച്ചത് 52-ാമത്തെ വയസ്സിലാണ്. വ്യത്യസ്തമായ പല ജീവിതങ്ങളിലൂടെ ഫ്രാൻസിസിനെ ജീവിതം കൊണ്ടുപോയി. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഹിതം നടക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാൻ, വിശ്വാസത്തിൽ നിന്ന് 1% പോലും പുറകിലേക്ക് പോകാനായിട്ട് ഫ്രാൻസിസ് എന്ന വിശുദ്ധ തയ്യാറായില്ല. റോമിൽ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓട്ടോമൊബൈൽ ജീവനക്കാരും ഡ്രൈവേഴ്സിനും പ്രത്യേക ആശീർവാദ പ്രാർത്ഥന നിലനിന്നു പോരുന്നു. 1608 പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് ഫ്രാൻസിസിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഫ്രാൻസിസ് എന്ന വിശുദ്ധ, ആ വിശുദ്ധയുടെ ജീവിതം നമുക്ക് തരുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ജീവിതത്തിൽ കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങളിലും ദൈവത്തെ കാണാനുള്ള ഒരു ഉൾപ്രേരണ, അതുപോലെ തന്നെ ജീവിതത്തെ വളരെ ലാളിത്യത്തിലേക്ക്, എത്ര ആഡംബരമായി ജീവിതം നയിക്കാനുള്ള ശേഷിയും സാധ്യതകളും മുന്നിലുള്ളപ്പോഴും അത് മുഴുവനും മാറ്റിവെച്ച് ലാളിത്യപരമായ ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാനും ഈ വിശുദ്ധ ജീവിതത്തിലേറെ ശ്രദ്ധിച്ചു. ഇന്ന് ഈ വിശുദ്ധയെ അടുത്ത് അറിഞ്ഞ് പരിചയപ്പെടുമ്പോൾ വിശുദ്ധയിൽ ഉൾക്കൊണ്ട് തിളങ്ങി നിന്ന വിശ്വാസ ചുവടുകൾ അത് നമ്മുടെയും ജീവിതത്തെ ചലിപ്പിക്കാനിടയാകട്ടെ. വിശുദ്ധയിൽ നിലനിന്നിരുന്ന ജീവിതത്തോടുള്ള, കുടുംബജീവിതത്തോടുള്ള നിലപാടുകൾ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി പിൻവിളിക്കപ്പെട്ടാലും, ഒരു കാര്യത്തിൽ നിലനിൽക്കുമ്പോൾ മറ്റേത് കാര്യങ്ങളിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടാലും അതിൽ ദൈവത്തെ കാണണം, ആ പ്രവൃത്തിയിൽ ദൈവത്തെ കാണണം എന്നുള്ള വിശുദ്ധയുടെ വാക്കുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ കുറേയും കൂടിയും ചൂട് പിടിപ്പിക്കട്ടെ. വിശുദ്ധയ്ക്ക് സഹനങ്ങളും കുരിശുകളും ഏറെ സഹിക്കേണ്ടി വന്നപ്പോഴും വിശ്വാസത്തിൽ തന്നെ തുടരാനുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണത അത് നമ്മളെ ജ്വലിപ്പിക്കട്ടെ. നിസ്സാരതകൾ വരുമ്പോൾ പോലും വിശ്വാസത്തെ ത്യജിക്കാനും വിശ്വാസത്തെ മാറ്റിവെക്കാനും ദൈവത്തെ പഴിക്കാനും തയ്യാറാകുന്ന നമ്മുടെ മുമ്പിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് റോം ഒരു തിളങ്ങുന്ന മാതൃകയായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധിയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും സഹനങ്ങളും വരുമ്പോൾ 1% പോലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കർത്താവിനെ സേവിക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.